യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് ശരിയായ ദിശാബോധത്തോടെയും രാഷ്ട്രീയ സംഘടനാ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചിത്രം മാറുമായിരുന്നു. CPIM വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. ആദ്യം മുതലേ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ്, BJPയെ തോൽപ്പിക്കാൻ എന്താണ് വഴി? ഒരു സംഘടനാപരമായ രീതിയിൽ ഒരു ഐക്യപ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ രൂപം കൊള്ളാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. ഇന്ത്യ മുന്നണിയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുന്നണി ഇന്ത്യയിൽ പ്രവർത്തിക്കുമ്പോൾ ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടുള്ള രണ്ട് പാർട്ടികൾ തമ്മിൽ ഇവിടെ മത്സരിക്കുകയാണല്ലോ, കേരളത്തിൽ മത്സരിക്കുകയാണല്ലോ, അതുപോലെ തന്നെ ബംഗാളിൽ മത്സരിക്കുകയാണല്ലോ, പഞ്ചാബിൽ മത്സരിക്കുകയാണല്ലോ. അപ്പോൾ ഇന്ത്യയിലുടനീളം ഒരു പാർട്ടി പോലെ ഒരു ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താമെന്നുള്ളതിന് പൂർണ്ണതയുണ്ടാവില്ല, ശരിയാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആദ്യം മുതലേ പറഞ്ഞു, എവിടെയാണോ BJPയെ തോൽപ്പിക്കേണ്ടത് അവിടെ BJP വിരുദ്ധ വോട്ട് ഛിന്ന ഭിന്നമാകരുത്. BJPക്കെതിരായിട്ട് വരുന്ന വോട്ടിനെ രണ്ടോ മൂന്നോ ഭാഗമായിട്ട് ചിന്നിച്ചിതറിപ്പോയാൽ പിന്നെ BJP ജയിക്കും. അപ്പോൾ ഒരു സംസ്ഥാനം ഒരു യൂണിറ്റായി എടുക്കണം. ആ സംസ്ഥാനത്ത് BJPയെ തോൽപ്പിക്കാൻ പറ്റിയ പാർട്ടി ഏത്, സീറ്റ് ഏത് എന്ന് മനസ്സിലാക്കിയിട്ട് BJP വിരുദ്ധ വോട്ട് മുഴുവൻ ഏകീകരിക്കണം. അങ്ങനെ വന്നാൽ ഇന്ത്യയിൽ 37% വോട്ട് മാത്രമേ BJPക്കുള്ളൂ. 37% വോട്ട്. 63% വോട്ട് BJP വിരുദ്ധ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഓരോ യൂണിറ്റായി സംസ്ഥാനങ്ങളെ കണക്കാക്കി BJP വിരുദ്ധ വോട്ടുകളൊന്നും ഛിന്ന ഭിന്നമാവില്ല എന്നുറപ്പാക്കിയാൽ ഒരു സംശയമില്ല, ഇന്ത്യ സംവിധാനത്തിന് അധികാരത്തിൽ വരാം. പക്ഷേ കോൺഗ്രസ് ഉൾപ്പെടെ ആ നിലപാട് സ്വീകരിച്ചു വന്നില്ല. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, എവിടെയാണ് ഈ ഇന്ത്യ മുന്നണിയുള്ളത്? തമിഴ്നാട്ടിൽ കോൺഗ്രസ് ആണോ? കോൺഗ്രസിന്റെ സ്വാധീനമാണോ? DMK ആണ്. DMKന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ്, CPM, CPI, ലീഗും ഒക്കെ ഉള്ളത്. ഒരു വിശാലമായ മുന്നണി, എല്ലാ സീറ്റും ജയിച്ചു. കർണാടകത്തിൽ എല്ലാവരെയും കൂട്ടിച്ചേർക്കാൻ കോൺഗ്രസിനായോ? അവിടെ കോൺഗ്രസ് ആണല്ലോ ഭരിക്കുന്നത്. ഒരു തരത്തിലുള്ള ഐക്യപ്രസ്ഥാനവും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് ഭരണം ഉണ്ടായിട്ടും അവിടെ പൂർണ്ണമായ അർത്ഥത്തിൽ ഇവിടെ കണ്ടതുപോലെ, തമിഴ്നാട്ടിൽ കണ്ടതുപോലെ എല്ലാ സീറ്റിലേക്കും മുമ്പോട്ടേക്ക് പോകാൻ അവർക്കായില്ല. ദുർബലമായിപ്പോയി. മറ്റൊരു സംസ്ഥാനം കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അവിടെ നിങ്ങൾക്കറിയുന്നത് പോലെ തെലുങ്കാന. അവിടെ കോൺഗ്രസിന് ഈ പറയുന്ന രീതിയിലുള്ള ഐക്യപ്രസ്ഥാനം രൂപപ്പെടുത്താൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ല. കോൺഗ്രസ് ആണ് അവിടെ മുൻകൈ. ഒഡീഷയിലെ ചിത്രം പറയും. BJP പ്രാദേശിക പാർട്ടിയെ തന്നെ പിടിച്ച് യോജിച്ച് മുമ്പോട്ടേക്ക് പോയി. ആന്ധ്രയുടെ ചിത്രം മാറി. ബംഗാളിൽ കോൺഗ്രസ് പ്രബലമായ പാർട്ടിയായിരുന്നില്ല. അവിടെ CPI ഉൾപ്പെടെ ചേർന്നുകൊണ്ടാണ് മുമ്പോട്ടേക്ക് പോയത്. CPM ഉൾപ്പെടെ. ഒരു സീറ്റാണ് കോൺഗ്രസിൽ കിട്ടിയത്. ഞങ്ങൾക്ക് അവിടെ സീറ്റും കിട്ടിയില്ല. ഇനി നോക്കാം, UP ഏറ്റവും പ്രധാനപ്പെട്ട, കണ്ണൻ ചിപ്പിക്കുന്ന വിജയം നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം UP ആണ്. കോൺഗ്രസ് ആണോ? കോൺഗ്രസിന് വളരെ ചെറിയ ശതമാനം മാത്രമേ അവിടെ വോട്ടുള്ളൂ. പക്ഷേ SP ശരിയായ നിലപാട് സ്വീകരിച്ച് അവരെയും കൂടി ചേർത്തു. അത് വന്നപ്പോൾ നല്ല രീതിയിൽ BJPയെ തോൽപ്പിക്കാൻ കഴിഞ്ഞു UP. മഹാരാഷ്ട്ര വിശാലമായ രീതിയിൽ ഐക്യപ്രസ്ഥാനം രൂപം കൊണ്ടു. അവിടെയും കോൺഗ്രസ് അല്ല, NCP ആണ്, ശരത് പവാറിൻ്റെ പാർട്ടി, ശിവസേനയുടെ ഒരു ഭാഗം. അവിടെയും നല്ല രീതിയിൽ മുന്നേറാൻ സാധിച്ചു. നിങ്ങൾക്ക്
ഗുജറാത്താണ് നിങ്ങൾ കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ മത്സരിക്കുന്ന ഒരു സംസ്ഥാനം. എന്താ ഗുജറാത്തിലുണ്ടായത്? ഒന്നും ഉണ്ടായില്ല. മത്സരിക്കാൻ തന്നെ ആളുണ്ടായില്ല. സൂറത്ത് എതിരില്ലാണ്ട് ജയിച്ചു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പിൻവലിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ എതിരില്ലാതെ ജയിക്കുന്ന ഒരു അവസ്ഥയുണ്ടായി സൂറത്തിൽ. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ. ഒന്നുകൂടി ഗൗരവത്തോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഈ ദിശാബോധത്തോടെ മുന്നോട്ടേക്ക് പോയിരുന്നുവെങ്കിൽ 2% വോട്ടിൻ്റെ വ്യത്യാസം മാത്രമേ എൻ ഡി എയും ഇന്ത്യയും തമ്മിലുള്ളൂ. 2% വ്യത്യാസം. ഒരു 10-30-ലധികം സീറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ കേവല ഭൂരിപക്ഷം കിട്ടുമായിരുന്നു എൻ ഡി എക്ക്. അത് ഇന്ത്യ സഖ്യത്തിൽ നമുക്ക് തന്നെ ഭരിക്കാൻ കഴിയുമായിരുന്നു. എൻ ഡി എക്ക് ഭൂരിപക്ഷമില്ല. പിന്നെ പുതുതായി ചേർന്ന ആളുകളെ കൂടി ചേർത്ത് തൽക്കാലം ഒരു ഐക്യപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് അവർ ഭരിക്കുകയാണ്. ഇതാണ് ഇന്ത്യയുടെ ഒരു പൊതുചിത്രം.